Calicut University BBA 6th semester ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, അതുപോലെ അതിൻ്റെ സ്കോപ്പുകൾ പഠിച്ചു. അത്രയും നമുക്ക് ക്ലിയർ ആയി. സോ നെക്സ്റ്റ് നമുക്ക് ഫീച്ചേഴ്സിലേക്കാണ് കിടക്കാനുള്ളത്. സോ ഫീച്ചേഴ്സ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ സം ഓഫ് ദ ഫോളോയിങ് things, that is individual, group, structure, technology and environment. So ഈ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്ന സമയത്ത് ഇത്രയും കാര്യം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ. ഓക്കെ, ഇത് ലൈക്ക് ഓർഗനൈസേഷണൽ ബിഹേവിയർ കോൺസെൻട്രേറ്റ് ഓൺ ഇൻഡിവിജ്വൽ. ലൈക്ക് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു എംപ്ലോയി, അത് ആരും ആവാം. ഓക്കെ, ഒരു മാനേജർ ആവാം, എംപ്ലോയി ആവാം, ആരായിക്കോട്ടെ. ഒരു ഓർഗനൈസേഷനിലുള്ളവർ ഒരു ഇൻഡിവിജ്വലിന് ലൈക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവരുടെ ബിഹേവിയർ, അവരുടെ സ്കിൽസ് എന്താ, അവരുടെ ഫീലിങ്സ് എന്താ, അവരുടെ നീഡ്സ് എന്താ, വോൺസ് എന്താ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തു ലൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും എന്താ ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓക്കെ, സോ ഈ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന സമയത്ത് ഇയാൾക്ക് കുറേ നീഡ്സ് ഉണ്ടാവും അല്ലേ. ഓരോ ഇൻഡിവിജ്വലിനും പല നീഡ്സൊക്കെ ഉണ്ടാവും. സൈക്കോളജിക്കലായിട്ടും ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടും കുറേ നീഡ്സൊക്കെ ഉണ്ടാവും അല്ലേ. സോ ഇതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറായിട്ട് ഡിപ്പെൻഡ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഫാക്ടേഴ്സ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ഫാക്ടേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡിയിലൂടെ നമുക്ക് ഈ ഒരു എംപ്ലോയീസിൻ്റെ ബിഹേവിയർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ലൈക്ക് ആ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ലൈക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ആ ഒരു ആളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിലൂടെ എന്താണ് ഈ എംപ്ലോയിയുടെ എഫിഷ്യൻസി കൂട്ടാനും അതുപോലെ തന്നെ ആ എംപ്ലോയിനെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സും നല്ല എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും അച്ചീവ് ചെയ്യാനൊക്കെ സഹായിക്കും. സോ നമ്മൾ ഓർഗനൈസേഷനിൽ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാകും. പല ആൾക്കാർക്ക് പല നീഡ്സ് ആൻഡ് വോൺസ് ആയിരിക്കും, പല ആൾക്കാർക്ക് പല ബിഹേവിയർ ആയിരിക്കും, പല ആൾക്കാരുടെ ബിഹേവിയർ പല കാരണങ്ങൾ ഉണ്ടാവും അല്ലേ, മാറാൻ പല കാരണങ്ങളുണ്ടാവും. സോ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്, ഡയറക്റ്റ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. സോ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡിയിലൂടെ നമുക്ക് ആ ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ഒരാളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്താൻ, മോഡിഫൈ ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ ഇമ്പ്രൂവ് ചെയ്യാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതാണ് നമുക്ക് ഫസ്റ്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. സോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ സംഭവം ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഗ്രൂപ്പ് പെർഫോമൻസ് ഇസ് മോർ എഫക്റ്റീവ് ദാൻ ദ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിനെക്കാട്ടും കുറച്ചും കൂടി എഫക്റ്റീവ് ആവുക ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് ആയിരിക്കും. ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരാളുടെ ബുദ്ധിയെ വർക്ക് ചെയ്യുന്നല്ലോ അല്ലേ, ഒരാളുടെ എഫേർട്ട്, ഒരാളുടെ ബുദ്ധി, ഒരാളുടെ ക്രിയേറ്റിവിറ്റി, ഒരാളുടെ ഐഡിയാസ് എല്ലാം ഒരു ബ്രെയിനിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഐഡിയാസ്, പല ഇന്നോവേറ്റീവ് ഐഡിയാസ്, പല എന്താ പറയുക ക്രിയേറ്റിവിറ്റി. സോ വി ക്യാൻ ചൂസ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദീസ് അല്ലേ. അപ്പോൾ നമുക്കൊരു ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും ഒരു ഗ്രൂപ്പായിട്ട്. ഇപ്പം ഒരു ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന സമയത്ത് തെറ്റെന്താ ശരിയെന്താന്ന് നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയായി തോന്നും. പക്ഷേ ഗ്രൂപ്പ് ആവുന്ന സമയത്ത് നമുക്ക് തെറ്റാണോ ശരിയാണെന്നൊക്കെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് മോർ ബെറ്റർ. അപ്പം ഗ്രൂപ്പ് പെർഫോമൻസ് ഇസ് ഓൾവേസ് ബെറ്റർ, അല്ലെങ്കിൽ ഓൾവേസ് എന്താ പറയുക എഫക്റ്റീവ് ദാൻ ദ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. സോ എന്താണ് ഈ ഒരു ഇതിലൂടെ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിലൂടെ നമുക്ക് ഗ്രൂപ്പ് പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്താണ്, അതിലുള്ള ആൾക്കാരുടെ ബിഹേവിയർ എന്താണ്, കോപ്പറേഷൻ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിനെ മോർ എഫക്റ്റീവ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ. അതുപോലെ തന്നെ മോർ എഫക്റ്റീവ് ആക്കാനും, പിന്നെ അതുപോലെ if the group power stands towards the goal achievement, it can put an outstanding performance. വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്, നമ്മളുടെ ഈ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ രീതിയിലേക്കുള്ള ഒരു എന്താ പറയുക തോട്ട് അവരിൽ ഉണ്ടാക്കണം. അവരുടെ ഗ്രൂപ്പ് പവർ എന്നത് നമ്മളെ എങ്ങോട്ടേക്ക് തിരിക്കണം, നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഉള്ള ആ ഒരു വശത്തേക്ക് നമ്മൾ തിരിക്കണം. അവരുടെ ബിഹേവിയർ നമ്മൾ അങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കണം. എല്ലാ ഗ്രൂപ്പിൻ്റെയും ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്നത് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യേണ്ടതായിരിക്കണം എന്നൊരു ബോധം അവരിൽ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് സെയിം കാര്യം തന്നെയാണ് നമ്മൾ പിന്നെ പറഞ്ഞത്. ഒന്ന് ഇൻഡിവിജ്വൽ, മറ്റൊരു ഗ്രൂപ്പിൻ്റെ എഫിഷ്യൻസി കൂട്ടണം. അവർക്ക് വേണ്ട കാര്യങ്ങളിൽ ഗ്രൂപ്പ് പെർഫോമൻസ് ഇസ് മോർ എഫക്റ്റീവ് ദാൻ ദ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. സോ there are different factors that affects the behavior of a group. So we have to identify those factors, and we have to take corrective actions in order to increase the efficiency of the group, and the group power is to be channelized towards the goal achieved. It can put a outstanding performance. Okay, so ഇതാണ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മാനേജ്മെൻറ്റ് അല്ല ഓർഗനൈസേഷനൽ സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. അതിനൊരു ഹൈറാർക്കിക്കൽ അതോറിറ്റി ഉണ്ടാവും, അതിന് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, അതുപോലെ പോളിസീസ് ഉണ്ടാവും, റൂൾസ്, റെഗുലേഷൻ, പ്രൊസീജിയേഴ്സ്, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാവും അല്ലേ. ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ ഉണ്ടാവും. ഓക്കെ, സോ എവറി ഓർഗനൈസേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ സ്ട്രക്ചർ അല്ലേ. സോ നമ്മളൊരു ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈ ഒരു സ്റ്റഡിയിലൂടെ നമ്മളെ സ്ട്രക്ചറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നല്ലൊരു സ്ട്രക്ചറുള്ള ഓർഗനൈസേഷനെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ എല്ലാ അതോറിറ്റി ആണെങ്കിലും, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും, പോളിസീസ് ആണെങ്കിലും, റൂൾസ്, റെഗുലേഷൻസ് ആണെങ്കിലും, എല്ലാ കാര്യങ്ങളും ഫേം ആൻഡ് സ്ട്രോങ് ആയിരിക്കണം. എന്നാലേ ആ ഒരു ഓർഗനൈസേഷൻ നല്ല സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ആൻഡ് സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. സോ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് is the basis of formalized policies, procedures, organizational culture, hierarchical or authority, and responsibilities. Okay, so ഒരു ഓർഗനൈസേഷനിൽ ഫങ്ഷൻസ് ഒക്കെ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമുണ്ട്. സോ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ഇസ് ദ ബേസിസ് ഓഫ് ഫോർമലൈസ്ഡ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഓർഗനൈസേഷണൽ കൾച്ചർ, ഹൈറാർക്കിക്കൽ അതോറിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നല്ലൊരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ദിസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ കോൺസെൻട്രേറ്റ്സ് ഓൺ ദ സ്ട്രക്ചർ of the organization, അല്ലെങ്കിൽ it focus on the structural relationship of the organization. Okay, next one is technology എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ടെക്നോളജീസ് നമ്മുടെ വർക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടും, സ്പീഡ് കൂട്ടും, ആൻഡ് നമ്മുടെ സ്റ്റാൻഡേർഡ് കൂട്ടും അല്ലേ. സോ ടെക്നോളജീസ് results in better work because it incorporates technical skills which includes the ability to apply specialized knowledge. സോ നമ്മളുടെ ടെക്നോളജി എന്ന് പറയുന്ന സമയത്ത് അത് നല്ല ബെറ്റർ വർക്ക് അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം അത് പുതിയ നോളേജ്, സ്പെഷ്യലൈസ്ഡ് നോളേജ്, അതുപോലെ ടെക്നിക്കൽ സ്കിൽസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. ടെക്നിക്കൽ സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, സ്പെഷ്യലൈസ്ഡ് നോളേജ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി ടെക്നോളജീസ് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് ഇൻകോർപ്പറേറ്റ്സ് ടെക്നിക്കൽ സ്കിൽസ് വിച്ച് ഇൻക്ലൂഡ് in the specialized knowledge. When people develop their technical skills, they get satisfaction at work. The interpersonal roles, informational roles, managerial functions are improved with the use of technologies. So ഈ ഒരു ആൾക്കാർ ടെക്നിക്കൽ സ്കിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് എന്താണ്, they get satisfaction at work അല്ലേ. നമ്മൾ ഈ ഒരു
ലൈക്ക് വർക്കിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈക്ക് എന്താ പറയുക, പെട്ടെന്ന് എളുപ്പത്തിൽ പണി കഴിയും, അതുപോലെ തന്നെ മിസ്റ്റേക്സ് കുറയ്ക്കാം, വേസ്റ്റേജ് കുറയ്ക്കാം, ഇങ്ങനത്തെ പല ഈ കാര്യങ്ങളും കിട്ടുമല്ലേ നമ്മളുടെ ഈ ഒരു ടെക്നോളജീസിലൂടെ. അപ്പം അത് വർക്ക് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്ന സമയത്ത് പല റോൾസിൽ, അതായത് ഇൻ്റർപേഴ്സണൽ റോൾസ് ആയാലും ഇൻഫർമേഷണൽ റോൾസ് ആണെങ്കിലും മാനേജീരിയൽ ഫങ്ഷൻസ് എല്ലാ ഭാഗത്തും നമുക്ക് ടെക്നോളജീസ് യൂസ് ചെയ്യാം. ഈ ഒരു ഇൻ്റർപേഴ്സണൽ റോൾ, ഇൻഫർമേഷണൽ റോൾ, മാനേജീരിയൽ റോൾസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ടെക്നോളജീസ് ഹെൽപ്പ് ചെയ്യും. ഇവിടെയൊക്കെ നമുക്ക് ടെക്നോളജീസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ടെക്നോളജി എന്ന് പറയുന്ന സമയത്ത് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഫോക്കസ് ഓൺ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ്സ് ഓൺ ടെക്നോളജി ബിക്കോസ് ടെക്നോളജി റിസൾട്ട്സ് ഇൻ ബെറ്റർ വർക്ക് അല്ലേ, ബെറ്റർ വർക്ക് ആൻഡ് ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് ദ ടെക്നിക്കൽ സ്കിൽസ് വിച്ച് ഇൻക്ലൂഡ്സ് സ്പെഷ്യലൈസ്ഡ് നോളജ്. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് വർക്ക് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് like it can be used in personal roles, informational roles and managerial functions. It helps to improve these roles and yeah, technologies helps to increase the speed and efficiency of the work. Okay, സോ ഇതാണ് ടെക്നോളജീനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഇസ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ കോൺസെൻട്രേറ്റ് ഓൺ എൻവയോൺമെൻറ്റ് ബിക്കോസ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ പല കാര്യങ്ങളുണ്ട് അല്ലേ. ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് പല കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് പോളിസി, സോഷ്യൽ സിസ്റ്റം, റിലീജിയൻസ്, ബിലീവ്സ്, religious beliefs, family, economic condition, national philosophies, etc. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് അല്ലേ നമ്മളുടെ എൻവയോൺമെൻറ്റിൻ്റെ അകത്ത്. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് നമ്മളുടെ ബിഹേവിയറിനെ എഫക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടൈപ്പ്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ റിലീജിയൻ, സോഷ്യൽ സിസ്റ്റം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഫാമിലീനെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ റിലീജിയസ് ബിലീവ്സ് അല്ലേ, നമ്മൾ റിലീജിയസ് ബിലീവ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ സോഷ്യൽ സിസ്റ്റം അല്ലേ. സോ അങ്ങനത്തെ രീതിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, സോ എൻവയോൺമെൻറ്റൽ ലൈക്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, അതിൻ്റെ ലൈക്ക് ഇങ്ങനത്തെ ഓരോ ഫാക്ടേഴ്സിനെ പറ്റി പഠിക്കാനും ലൈക്ക് അതെങ്ങനെയൊക്കെ ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ എഫക്റ്റ് ആക്കും എന്നൊക്കെ നോക്കാനൊക്കെ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഓർഗനൈസേഷണൽ ബിഹേവിയർ കോൺസെൻട്രേറ്റ്സ് ഓൺ environment because environment has its own behavior. Environmental behavior and which influence the organizational behavior, governing policy, social system, religious beliefs, family, economic condition, national philosophies, etc. and other factors inside and outside the organization has a mutual influence on each other's behavior. Okay, environmental factors which influence the organizational behavior എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനും നമുക്ക് അതിനെ പറ്റിയിട്ട് ലൈക്ക് പഠിക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയാണ് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ ബിഹേവിയറൊക്കെ അനലൈസ് ചെയ്യും. ലൈക്ക് പലർക്കും പല ബിഹേവിയർ ആണുള്ളത് ആൻഡ് അവരുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഡയറക്റ്റ് ലൈക്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഫോർ ലൈക്ക് അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ്, എങ്ങനെ അവരുടെ എഫിഷ്യൻസി ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ ബിഹേവിയറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളുടെ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് അവരുടെ ഇൻഡിവിജ്വൽ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് group performance is also always better than the individual performance, is always effective than the individual performance because a lot of ideas and a lot of creativity is incorporated together, so we can choose the best from the options. And this organizational behavior study helps to analyze the behavior of the group, and it helps to channelize the group power towards the organizational achievements. It can put an outstanding performance. ഓക്കെ, സോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് പവറിനെ എങ്ങോട്ടേക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റും, നമ്മളെ ഗോളിൻ്റെ നേരെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കും ആൻഡ് അവരുടെ പെർഫോമൻസ് അങ്ങനെ ഒരു രീതിയിലേക്ക് തിരിച്ചു വിടും.
ആൻഡ് അത് അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് സ്ട്രക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈക്ക് ഓർഗനൈസേഷണൽ ബിഹേവിയർ. നല്ലൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ നല്ല ബിഹേവിയർ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് നമ്മൾ ലൈക്ക് പോളിസീസ്, പ്രൊസീജിയർ, ഓർഗനൈസേഷണൽ കൾച്ചർ, ഹൈറാർക്കി ഓഫ് അതോറിറ്റി, ഇതൊക്കെ നമ്മളുടെ ലൈക്ക് സ്ട്രക്ചർ ഷിപ്പിൻ്റെ ലൈക്ക് ഇറ്റ്സ് എ ബേസിസ്. Like structural relationship is the basis of formalized policies, organizational culture, hierarchical authority, etc. സോ എന്താ പറയുക, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോമൽ ആവണമെന്നൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി ഇൻഫോർമൽ. ആൻഡ് ഇറ്റ് ലൈക്ക് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും എന്ത് സ്ട്രക്ചർ. ഈ നെക്സ്റ്റ് വൺ ഇസ് ടെക്നോളജി എന്ന് പറയുന്ന സമയത്ത് ദിസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഫോക്കസ് ഓൺ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ഓൺ ടെക്നോളജി ബിക്കോസ് ടെക്നോളജി ഹെൽപ്പ് ടു മേക്ക് ദ വർക്ക് ബെറ്റർ ആൻഡ് ബിക്കോസ് ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് ടെക്നിക്കൽ സ്കിൽസ് which includes specialized knowledge which develop like work satisfaction, and it is used in interpersonal അതുപോലെ ഇൻഫോർമേഷണൽ അതുപോലെ തന്നെ മാനേജറിയൽ റൂൾസ്, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ഓൾ ദീസ് റൂൾസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എൻവയോൺമെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബിഹേവിയർ ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ഓർഗനൈസേഷണൽ ബിഹേവിയർ. This environment includes like government policies, social system, religious beliefs, family, economic condition, national philosophies, psychologies, etc. Like factors inside and outside factors which influence the like what organizational behavior. So like environment is one of the feature of organizational behavior. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളാണ്, നമുക്ക് ലൈക്ക് ജസ്റ്റ് കത്തി അടിച്ച് വെക്കാൻ പറ്റും. ലൈക്ക് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ലൈക്ക് വാക്കുകൾ കിട്ടിയാൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള കാര്യം നമുക്ക് ലൈക്ക് നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, സംഭവം മനസ്സിലായില്ലേ? ഇനി ഓൺ വേർഡ്സിൽ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ലൈക്ക് ഈ ഒരു വേർഡ്സ് ഒന്ന് ഓർത്ത് വെക്കുക, 5 എണ്ണമേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ബേസിക് അസംഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഞാൻ ഈ വീഡിയോ മാക്സിമം ഷോർട്ടാക്കാൻ നോക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇതിങ്ങനെ ലോങ് ആയി പോവുകയാണ്. എനിവേ നിങ്ങൾ ലൈക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അസംഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ നമ്മൾ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് വൺ ഇസ് ദ അസംഷൻസ് അബൌട്ട് നേച്ചർ ഓഫ് പീപ്പിൾ. Next one is the assumptions about nature of organization. So ഇതിന് ഈ assumptions about nature of people അകത്ത് ഒരു 5 എണ്ണം, ഓക്കെ, ഒരു 6 പോയിൻറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ assumptions about nature of organizationൻ്റെ അകത്ത് ഒരു 3 പോയിൻറ്റ്സ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. നമുക്ക് ലൈക്ക് ജസ്റ്റ് നമുക്ക് ഹെഡിങ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ജസ്റ്റ് ഉള്ളിലുള്ള കാര്യം നമുക്ക് തന്നെ എഴുതാം. ഓക്കെ, അസംഷൻ്റെ അകത്ത് ദ ഫസ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫാക്റ്റ് ഉണ്ട്. അതായത് ഒരു ലൈക്ക് 2 ഇൻഡിവിജ്വൽസ് ഒരിക്കലും സെയിം ആവില്ല, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ 2 പേര് ഒരേപോലെയാണെന്ന് പറഞ്ഞാലും അവരൊരിക്കലും ഒരേപോലെ ആവില്ല, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും അവർ തമ്മിൽ. സോ അതൊരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഫാക്റ്റാണ്. ഓക്കെ, സോ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ പല ആൾക്കാരുണ്ടാവും, പല ഇൻഡിവിജ്വൽ ആയിരിക്കും. ആൻഡ് ഓരോ ഇൻഡിവിജ്വലും തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും, വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. ആൻഡ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ ബി difference in individual can be in several ways, like physical characteristics, intelligence, perceptions, personalities, attitudes, aptitudes, emotion. ഓക്കെ, നമ്മളുടെ ഈ ആൾക്കാരുടെ ഒരു ലൈക്ക് ഡിഫറൻസ് എന്ന് വെച്ചാൽ പല ടൈപ്പിലാവും ഡിഫറൻസ്. ആൾക്കാർ ഫിസിക്കലി ലൈക്ക് വേറെ കാണാൻ വേറെ രീതിയിലായിരിക്കും. ലൈക്ക് പലർക്കും പല ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആയിരിക്കും, പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും. ഇപ്പോൾ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നടന്നു, സോ പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും. ചിലർ അതിനോട് അക്സെപ്റ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, ചില അതിനോട് വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലവർക്ക് 2ൻ്റെ നടുവിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലേ? 2ഉം ശരിയെല്ലാം തോന്നുന്ന ആൾക്കാരുണ്ടാവും, 2 ശരിയാന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും, അല്ലേ? സോ പല ലൈക്ക് പെർസെപ്ഷൻസ് ഉള്ള ആൾക്കാരുണ്ട്, പല പേഴ്സണാലിറ്റീസ്.
ഓക്കെ, പല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ, പല ആപ്റ്റിറ്റ്യൂഡുള്ള ആൾക്കാർ, ഓക്കെ, ഇമോഷണൽ കൺട്രോൾ അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഉള്ള ആൾക്കാർ, എപ്പോഴും ദേഷ്യം പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും, എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും, ഓക്കെ, എപ്പോഴും ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും, ഓക്കെ, ലേണിംഗ് കപ്പാസിറ്റി, കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റി, ഇങ്ങനെയൊക്കെ പല രീതിയിലും ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആവും. സോ എവറി പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ് ഫ്രോം another in their approaches, attitude, personality, traits, intelligence, competency. ഓക്കെ, സോ ലൈക്ക് എവറി പേഴ്സൺ ഡിഫറെൻ്റ് ആണ്, മറ്റുള്ളവരിൽ നിന്ന് എല്ലാവരും ഡിഫറെൻ്റ് ആണ്, ഓരോ ആൾക്കാരും യുണീക്കാണ്, പല രീതിയിലും ആവാം, ലൈക്ക് അപ്രോച്ചസിലൂടെ ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡിലൂടെ ആയിക്കോട്ടെ, ലൈക്ക് പേഴ്സണാലിറ്റിയിലൂടെ ആയിക്കോട്ടെ, ഇൻ്റലിജൻസിലൂടെ ആയിക്കോട്ടെ, കോമ്പറ്റൻസിലൂടെ ആയിക്കോട്ടെ, എന്തിലൂടെ ആയിക്കോട്ടെ, ലൈക്ക് പല ഇങ്ങനെ ഏതെങ്കിലും ഒന്നിലൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. പലർക്കും പല ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആയിരിക്കും, പെർസെപ്ഷൻസ് വേറെ ആയിരിക്കും, പേഴ്സണാലിറ്റി വേറെ ആയിരിക്കും, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ലേണിംഗ് എബിലിറ്റി ഒക്കെ വേറെ വേറെ ആയിരിക്കും, ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസ് ഒക്കെ വേറെ വേറെ ആയിരിക്കും. സോ എവ്രി വൺ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ പറയുന്ന കാര്യം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് ഹോൾ പേഴ്സൺ. ഹോൾ പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൻ ഇൻഡിവിജ്വൽ ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ ഹോൾ പേഴ്സൺ. ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന സമയത്ത് ഒരു ഹോൾ പേഴ്സൺ ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അതായത് നമ്മളൊരു ഇൻഡിവിജ്വലിനെ സൈക്കോളജി, ബിലീവ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ഇതൊക്കെ ഫിസിക്കൽ വർക്ക് നിന്നിട്ട് ലൈക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ. അയാൾ ഫിസിക്കൽ വർക്ക് വേറെ, അതുപോലെ അയാൾ ഫിസിക്കൽ വർക്കിനും അയാളെ ഇമോഷൻസും അയാളുടെ ബിലീവ്സും വാല്യൂസും ഒക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ നമ്മളൊരാൾ നമ്മുടെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ടാലൻറ്റ് അല്ലെങ്കിൽ അയാൾ ആ ഒരു വർക്ക് ചെയ്യാനുള്ള സ്കിൽസിനെ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ അയാളുടെ ബിലീവ്സിനും അയാളുടെ വാല്യൂസിനും അയാളുടെ ആറ്റിറ്റ്യൂഡിനും അതുപോലെ സൈക്കോളജി, ഇൻഡിവിജ്വൽ സൈക്കോളജി എല്ലാത്തിനും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, സോ എല്ലാത്തിനും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണം, ഒരു ഹോൾ പേഴ്സൺ ആയിട്ട് വേണം നമ്മൾ അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ. അല്ലാണ്ട് അയാളെ സ്കിൽസ് മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, വേറെ ഒന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഓക്കെ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോൾ പേഴ്സൺ ആയിട്ട് അയാൾ എങ്ങനെയാണോ, അയാളുടെ ബിലീവ്സ് എന്താ, അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, സോ കാരണം നമ്മളുടെ എംപ്ലോയി എന്ന് പറയണമെങ്കിൽ വെറും വർക്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ആ എംപ്ലോയിന് പല റോൾസും കൈകാര്യം ചെയ്യേണ്ടി വരാം അല്ലേ. സോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു if a whole person can be improved, then it will be good for the organization and the employees. So നമ്മളുടെ ഒരു ഹോൾ പേഴ്സൺ, അയാളെ ഹോൾ പേഴ്സൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ലൈക്ക് ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പല കാര്യങ്ങളും ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ പല കാര്യങ്ങളും അയാൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അയാൾ മൊത്തത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, അയാൾ ഹോൾ പേഴ്സൺ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അയാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനും ബാക്കിയുള്ള എംപ്ലോയീസിനും അത് ഗുണകരമായിട്ട് വരും അല്ലേ. സോ ഇതാണ് ഹോൾ പേഴ്സൻ്റെ അകത്ത് പറയുന്നത്. കാരണം ഇതാണ് ഹോൾ പേഴ്സൻ്റെ അകത്ത് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി കനോട്ട് സെപ്പറേറ്റ് ദ individual's psychology, beliefs, values, attitude from the physical work settings. When a person gets appointed in the organization, it's not just his skills, but with that his social background, likes, dislikes, hobbies, pinendana etc., like his beliefs, values, etc. is appointed. Okay, and employees plays many roles inside and outside the organization. So if the whole person improves, it will be good for the organization and the employees. Okay, സോ അതാണ് ഹോൾ പേഴ്സൺ എന്ന് പറയുന്നത്. നൗ കംസ് ദ സെലക്റ്റീവ് പെർസ്പെക്റ്റീവ്. സെലക്റ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരും പല രീതിയിലാണല്ലേ ചിന്തിക്കുക. ഒരു ടോപ്പിക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ചിന്തിക്കുന്നുണ്ടാവുക. ലൈക്ക് പലരും പല രീതിയിലായിരിക്കും ചിന്തിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹാപ്പിനെസ് എന്നൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു വേർഡ് പറഞ്ഞു. സോ ഹാപ്പിനെസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ഹാപ്പിനെസ്സിനെ പറ്റിയിട്ട് ഹാപ്പിനെസ് എന്നൊരു വേർഡ് കേൾക്കുന്ന സമയത്ത് ചിന്തിക്കുക
ലൈക്ക് അയാൾക്ക് വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ചിന്തകളിലേക്കായിരിക്കും അവർ പോകുന്നുണ്ടാവുക, വേറെ തന്നെ ഒരു റൂട്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഞാനിപ്പോൾ ചില സമയത്ത് എൻ്റെ ചൈൽഡ്ഹുഡ് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് ഹാപ്പിനെസ്സിനെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾ വേറെ എന്തെങ്കിലും ഫ്യൂച്ചർ ഇപ്പോൾ എന്താ പറയുക, ഫ്യൂച്ചറിൽ ഞാൻ ട്രാവൽ ചെയ്യും അങ്ങനെ പോകും, അതാണ് അയാൾ ഹാപ്പിനെസ് എന്ന് കാണുന്നത്. വേറെ ആൾക്കാർ വേറെ എന്തെങ്കിലും ആയിരിക്കും, ഫാമിലി ആയിരിക്കും ലൈക്ക് ഹാപ്പിനെസ് ആയിട്ട് കൊണ്ടുപോകുക. ചില ആൾക്കാർ പെറ്റ്സ് ആയിരിക്കും ഹാപ്പിനെസ് എന്നൊരു ആ ഒരു പെർസ്പെക്റ്റീവിൽ എവിടെ ആയിരിക്കും ചിന്തിക്കുക ഹാപ്പിനെസ് പറയുമ്പോൾ. അപ്പോൾ പല ആൾക്കാർക്കും പല ടൈപ്പ് ഓഫ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും അല്ലേ. എല്ലാ ആൾക്കാരും പല രീതിയിലായിരിക്കും ചിന്തിക്കുക. ഓക്കെ, സോ each person has unique way of seeing, organizing and interpreting about events, people and things. Okay, so പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക, യുണീക്ക് വേയിലായിരിക്കും ചിന്തിക്കുക, അതുപോലെ ഓർഗനൈസ് ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക, ഇതൊക്കെ പല രീതിയിലായിരിക്കും. എന്തിനെ പറ്റിയിട്ട്, ഇവൻറ്റ്സിനെ പറ്റിയിട്ട്, പീപ്പിളിനെ പറ്റി, തിങ്സിനെ പറ്റിയിട്ടൊക്കെ പല രീതിയിലായിരിക്കും പല ആൾക്കാരും ചിന്തിക്കുക, ഓർഗനൈസ് ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ സെലക്റ്റീവ് പെർസെപ്ഷനിൽ പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്ന സമയത്ത് മോട്ടിവേറ്റഡ് ബിഹേവിയർ ആണ്. മോട്ടിവേറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്ന സമയത്ത് മോട്ടിവേഷൻ ഇസ് എസെൻഷ്യൽ ടു ദ ഓപ്പറേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. സോ ഒരു ഓർഗനൈസേഷൻ ഓപ്പറേഷന് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ആവശ്യമുണ്ട് അല്ലേ. എല്ലാ ലെവൽ ഓഫ് ദ ഓർഗനൈസേഷനിലും മോട്ടിവേഷൻ ആവശ്യമുണ്ട് അല്ലേ. ഇപ്പം ലൈക്ക് താഴെയുള്ള എംപ്ലോയീസിനെ മാത്രം മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ലൈക്ക് മുകളിലുള്ള അതോറിറ്റീസിനും അതുപോലെ മിഡിൽ ലെവലിലുള്ള ഓർഗനൈസേഷനെയും ഒക്കെ നമ്മൾ എന്താക്കണം, മോട്ടിവേറ്റ് ചെയ്യണം അല്ലേ. എന്നാലേ ആ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേഷൻ ഇസ് ദ വില്ലിംഗ്നെസ് ടു ഡു സംതിങ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ടു സാറ്റിസ്ഫൈ ഇൻഡിവിജ്വൽ നീഡ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വില്ലിംഗ്നെസ് ആണ്. എന്തിനു വേണ്ടിയുള്ള വില്ലിംഗ്നെസ്? ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള വില്ലിംഗ്നെസ്. അതിനോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും ഉള്ള വില്ലിംഗ്നെസ്. സോ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ടു സാറ്റിസ്ഫൈ ഇൻഡിവിജ്വൽ നീഡ്സ്. ഓക്കെ, ഇതാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ willingness to do something to achieve organizational goals and at the same time to satisfy individual needs. So every employee accepts motivated behavior from manager. Manager needs to understand about how the employees can be motivated for better performance. Motivation turns all the power to start and keep on organizational running effectively. So എല്ലാ എംപ്ലോയീസും എന്താണ്, നമ്മൾ മാനേജറിൻ്റെ കയ്യിൽ നിന്ന് ഒരു മോട്ടിവേറ്റഡ് ബിഹേവിയർ കാണാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. മോട്ടിവേഷൻ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബിഹേവിയർ കാണാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഈ മാനേജേഴ്സ് എന്താക്കണം, ഈ എംപ്ലോയീസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ ഒരു മോട്ടിവേഷനിലൂടെ അവരുടെ ഒരു എഫിഷ്യൻസി കൂട്ടാനും അവരുടെ ആ ഒരു വില്ലിങ്നെസ് എന്താ പറയുക, ജോലി തീർക്കാനുള്ള വില്ലിങ്നെസ്സും പിന്നെ അതുപോലെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പൈസ കിട്ടാൻ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു റിവാർഡ് കിട്ടാനുള്ള ആ ഒരു വില്ലിങ്നെസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കിട്ടാനുള്ള ആ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. സോ മോട്ടിവേഷൻ ടേൺസ് ഓൺ ദ പവർ ടു സ്റ്റാർട്ട് ആൻഡ് കീപ് ദ ഓർഗനൈസേഷൻ റണ്ണിങ് എഫിഷ്യൻ്റ്ലി. സോ ഇത് ഓർഗനൈസേഷൻ ഈ ഒരു മോട്ടിവേഷനിലൂടെ ആൾക്കാരുടെ എഫിഷ്യൻസി കൂട്ടാനും ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് പോകാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് വാല്യൂ ഓഫ് ദ പേഴ്സൺ. വാല്യൂ ഓഫ് ദ പേഴ്സൻ്റെ അടുത്ത് അതിൻ്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ എക്സ്പെക്ട് ദാറ്റ് ദേ വിൽ ബി ട്രീറ്റ് ഡിഫറെൻ്റ്ലി ഫ്രം അതർ ഫാക്ടേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ. സോ നമ്മളുടെ എംപ്ലോയീസിനെ ബാക്കിയുള്ള ഫാക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ട്രീറ്റ് ചെയ്യണം. ബിക്കോസ് ഈ ഒരു ബാക്കിയുള്ള ഫാക്ടേഴ്സും നമ്മളെ എംപ്ലോയീസ് നമ്മളുടെ ഡിഫറൻസ് എന്താ, ബാക്കിയുള്ള സാധനത്തിനൊന്നും ജീവനില്ല. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ജീവനും ഇമോഷനും ഉള്ളൊരു സാധനമാണ് അല്ലേ, ഫീലിങ്സ് ഉള്ള സാധനമാണ്. സോ ഈ എംപ്ലോയീസിനെ വേറെ തന്നെ ഒരു രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ദേ മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് കെയറിങ്, റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി. അവർക്ക് കെയറിങ്, റെസ്പെക്റ്റ്, ഡിഗ്നിറ്റി ഒക്കെ കൊടുക്കണം. Okay, organizational behavior assumes that people are more valuable and different than non-living things. So ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പീപ്പിൾ അല്ലെങ്കിൽ ദ എംപ്ലോയീസ് ആണ് ഏറ്റവും
ബാക്കിയുള്ള എല്ലാ മെഷീനറി ആയിക്കോട്ടെ, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ സാധനങ്ങളെക്കാട്ടിയും ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ളതും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ എംപ്ലോയീസ് എന്നാണ്, അല്ലെങ്കിൽ പീപ്പിൾ എന്നാണ് പറയുന്നത്. സോ നമ്മൾ എംപ്ലോയീസിനെ ഒരു എക്കണോമിക് ടൂളായിട്ട്, ഒരു ടൂള് പോലെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അവർക്ക് കെയറിങ് കൊടുക്കണം, റെസ്പെക്റ്റ് കൊടുക്കണം, ഡിഗ്നിറ്റി കൊടുക്കണം. ഓക്കെ, അവർക്കൊരു വാല്യൂ കൊടുക്കണം. കാരണം ദേ ആർ ദ മോസ്റ്റ് വാല്യൂബിൾ asset അല്ലെങ്കിൽ like asset of the organization. They are more valuable than any other non-living things. Okay, so they should not be treated as an economic tool. Okay, അങ്ങനെയാണ് നമ്മളുടെ ലൈക്ക് വാല്യൂ ഓഫ് പേഴ്സൺ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡിസയർ ഫോർ ഇൻവോൾവ്മെൻ്റ് ആണ്. ഡിസയർ ഫോർ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല, ലൈക്ക് അതിനകത്ത് തന്നെ ഉണ്ട് അല്ലേ, ഇൻവോൾവ് ആവാനുള്ള ആഗ്രഹം. ഓക്കെ, സോ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടുഡേ മെനി എംപ്ലോയീസ് വോണ്ട് ടു ബി ഇൻവോൾവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടാലൻസ് ആൻഡ് ഐഡിയാസ് ടു ദ ഓർഗനൈസേഷൻ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ എംപ്ലോയീസിനും ഈ ഒരു ഓർഗനൈസേഷനിൽ എന്താ പറയുക, ഡിസിഷൻ മേക്കിങ്ങിലും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ, മാനേജീരിയൽ പൊസിഷനിലുള്ള ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് എന്താ പറയുക, ഈ ഓർഗനൈസേഷൻ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇതിലൂടെ ഇങ്ങനെ ഈ ഒരു എംപ്ലോയീസിന് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഇത് എന്താണ് രണ്ട് പാർട്ടിക്ക്, ഇപ്പോൾ എംപ്ലോയീസിനായിക്കോട്ടെ ഓർഗനൈസേഷനിലായിക്കോട്ടെ ബെനിഫിഷ്യലാണ് അല്ലേ. ലൈക്ക് നമ്മൾ ഈ എംപ്ലോയീസിനും കൂടി ഇങ്ങനെ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ കുറേ ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരും. കുറേ കൂടെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സജഷൻസൊക്കെ അവർക്ക് പറഞ്ഞു തരാൻ സാധിക്കും. സോ ഈ ഓർഗനൈസേഷനിലും വെച്ച് നോക്കുമ്പോഴും എംപ്ലോയീസിനെ വെച്ച് നോക്കുന്ന സമയത്ത് അത് ബെനിഫിഷ്യലാണ് അല്ലേ രണ്ട് പാർട്ടീസിനും. അതുപോലെ ഇൻഡിവിജ്വൽ ഹാവ് ഡിസയർ ഫോർ ഇൻവോൾവ്മെൻറ്റ് ഇൻ വർക്ക്. They want to show their creativity, skills, efficiency while doing the work. They will have the capabilities for task performance, role fulfillment, and meaningful contribution to meet the challenging situations. Okay, so ഈ ഒരു എംപ്ലോയീസിന് അവരുടെ കഴിവുകൾ, അവരുടെ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻസ് ഒക്കെ കാഴ്ചവെക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. അവർക്ക് കാഴ്ചവെക്കണം. ആൻഡ് അവരുടെ കേപ്പബിലിറ്റീസ് അവരുടെ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റീസും അതുപോലെ ഒരു റോള് കൊടുത്ത് അത് ഫുൾഫിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഓക്കെ, ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഒക്കെ അവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു അവസരം ഈ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കി കൊടുക്കണം. ദാറ്റ് ഈസ് ഡിസയർ ഫോർ ഇൻവോൾവ്മെൻറ്റ്. സോ today many employees want to be involved in decision making and contribute the talents, ideas to organizational success. Therefore the organization need to provide opportunities for their involvement, so for the betterment of both parties. പിന്നെ അതുപോലെ they want to show their creativity, skills and efficiency while doing the work. People have capability to do for task performance, role fulfillment, meaningful contributions and meeting challenging situations. So ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഡിസയർ ഫോർ ഇൻവോൾവ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, സോ ഇത്രയുള്ള കുഞ്ഞു കാര്യങ്ങളാണ്, ഭയങ്കര സിമ്പിൾ കാര്യങ്ങളാണ് നമ്മളുടെ assumptions about nature of people ഉള്ളത്. So first one was individual difference, like everyone is different from each other in one or the other thing. Okay, next one is the whole person, like the company has to accept the whole person. Their beliefs, values, attitudes, etc. cannot be separated from their physical work settings. So അതാണ് നമ്മളുടെ whole personൽ പറയുന്നത്. Selective perceptions. Each person has a unique way of organizing, seeing and interpreting things, people and events. Okay, and motivated behavior പറയുന്നത് motivation is essential for the smooth running of the organization, and it every manager should focus on motivating their employees, and it helps the employees to increase the efficiency and perform their best, and achieve the organization and individual goals effectively and efficiency.
Then comes the value of the person, like the employees must be treated differently and valuably, like they are more valuable than any other asset, like any other non-living things. So they should be treated with caring, respect and dignity. Next one is a desire for involvement. Desire for involvement is every employee should want to be involved in decision making and contribute their talents. So this organization should provide an opportunity for this for these employees to contribute, to showcase their talents, creativity, etc., for the betterment of both parties. And it helps people to showcase their capability for task performance, role fulfillment, meaningful contribution and meeting the challenging situations. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് എസംഷൻസ് അബൌട്ട് നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതിൻ്റെ അകത്തൊരു 3 എണ്ണമാണ്, പെട്ടെന്ന് പറയാം. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, സാരല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ പകുതി വെച്ചിട്ട് കേട്ടാൽ മതി. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് വൺ സോഷ്യൽ സിസ്റ്റമാണ്. സോ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഓർഗനൈസേഷൻസ് ആർ പാർട്ട് ഓഫ് എ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, സോ ഓർഗനൈസേഷൻ സിസ്റ്റം are operated by social and psychological laws. So social അതുപോലെ സൈക്കോളജിക്കൽ ലോസ് പ്രകാരമാണ് നമ്മൾ ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണ് അസ്യൂം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻസ് ആർ ഓപ്പൺ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, സോ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഒരു ഓപ്പൺ സോഷ്യൽ സിസ്റ്റമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് സിസ്റ്റം എഫക്റ്റ് ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. സോ നമ്മളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. ആൻഡ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലോസ് പ്രകാരമാണ്. സോ ഓർഗനൈസേഷണൽ ബിഹേവിയർ പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഷ്യൽ സിസ്റ്റം ആണ് എന്നാണ് നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ പറയുന്നത്. ഓക്കെ, സോ അതാണ്. സോ സോഷ്യൽ സിസ്റ്റം means organizations are part of social system. Organizations are operated by social and psychological laws. Then organizational behavior assumes that organizations are part of social system. Assumes that organizations are open social system. Okay, these systems affect the behavior of the individual. Okay, organizational behavior assumes that the organization are open social system. Okay, so next one is mutuality of interest. Mutuality of interest പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ the interest flows both ways എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓർഗനൈസേഷൻ നീഡ്സ് പീപ്പിൾ ആൻഡ് പീപ്പിൾ നീഡ്സ് ഓർഗനൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഓർഗനൈസേഷന് പീപ്പിളിന് ആവശ്യമുണ്ട് അല്ലേ, ഓർഗനൈസേഷന് എംപ്ലോയീസിന് ആവശ്യമുണ്ട്. എംപ്ലോയീസ് ഇല്ലാണ്ട് ഓർഗനൈസേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ എംപ്ലോയീസിന് ഓർഗനൈസേഷനും ആവശ്യമുണ്ട്. കാരണം ഈ ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ ഈ എംപ്ലോയീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഈ രണ്ട് ഭാഗത്തുനിന്നും ഇൻട്രസ്റ്റ് ഉണ്ട്. സോ രണ്ട് ഭാഗത്തുനിന്നും ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് അവർ ഈ മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഒരു കോമൺ ഗോള് ലൈക്ക് എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരു കോമൺ ഗോള് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഈ ഓർഗനൈസേഷനിലാണെങ്കിലും എംപ്ലോയീസിനാണെങ്കിലും രണ്ട് പേർക്ക് ഒരു കോമൺ ഗോള് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, രണ്ട് പേരുടെ ഗോള് ഈ ഒരു ഓർഗനൈസേഷൻ സക്സസ് ആയിരിക്കും. കാരണം നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒരു മേജർ ടാസ്ക് എന്താ, ഇതിൻ്റെ സക്സസ് ആവാൻ. അതുപോലെ എംപ്ലോയീസിൻ്റെയും ലക്ഷ്യം ഓർഗനൈസേഷൻ സക്സസ് ആയിരിക്കും. എന്നാൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് കാര്യം ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു കോമൺ ഗോൾ അവിടെയുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും കോമൺ ഗോളും ഉണ്ടാകും. അങ്ങനെ ഒരു ഗോൾ ഉണ്ടായത് കാരണം ഈ ഒരു എല്ലാവരും ഈ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ഒരു എൻകറേജ് ചെയ്യും. ആൾക്കാരെയൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മളുടെ മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റിൽ പറയുന്നത്. ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് അതുപോലെ പീപ്പിൾ ഇൻട്രസ്റ്റും രണ്ടും സെയിം ആണ്. അവർ interest flows both ways. Organization needs people and people needs organization. So a mutual interest provides a mutual goal
and this results in the encouragement of people to solve the problems of organization. ഈ ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റും മ്യൂച്വൽ ഗോളും ഈ ആൾക്കാർ ഈ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് ലൈക്ക് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നൗ ലാസ്റ്റ് വൺ ഇസ് എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ്. എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇത് it deals with right or wrong behavior about the events, people, things. Ethical behavior of an individual depends upon the moral standard or code of conduct determined by the society. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമുക്കൊരു ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പറ്റുന്നതും ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ട് അല്ലേ. ആൻഡ് നമ്മൾ എത്തിക്കൽ ബിഹേവിയർ എന്ന് പറയുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ മോറൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. സോ ഈ ഒരു നമ്മളിതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ബിഹേവ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഒരു സംഭവം നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ നമ്മൾ ബിഹേവ് ചെയ്യുകയാണെങ്കിലോ ഓക്കെ, നമ്മൾ ഈ ഒരു എത്തിക്കൽ ആയിട്ട് വേണം നമ്മൾ ബിഹേവ് ചെയ്യാൻ. എത്തിക്കലായുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, മാനേജറിയൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു standard behavior that guides the individual's manager in their work. സോ നമ്മളുടെ ഈ ഒരു മാനേജറിയൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽ മാനേജേഴ്സ് അവരുടെ വർക്കിനെ ഗൈഡ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ മാനേജറിയൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ. ലൈക്ക് ഇവർ ഈ എത്തിക്സിൽ പറയുന്ന കാര്യങ്ങളല്ലാതെ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊന്നും പ്രവർത്തിക്കാൻ പാടില്ല, ഇതിന് നിരക്കാത്തതായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. സോ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ലൈക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ വിച്ച് മസ്റ്റ് ബി ഫോളോഡ് ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് like it depends upon the moral standards and code of conduct determined by the society. And organizations should establish rules, code of conduct, work procedures and systems. So എല്ലാ organizations എന്ത് ചെയ്യണം, should establish റൂൾസ്, കോഡ് ഓഫ് കണ്ടൻറ്റ്, അതുപോലെ വർക്ക് പ്രൊസീജിയേഴ്സൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇൻ ഓർഡർ ടു, എന്നാലേ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാനും ഇതിനനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇത്രയാണ് നമ്മുടെ എസംഷൻസ് ഓഫ് നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ. അതിന് സോഷ്യൽ സിസ്റ്റം ആയിരുന്നു, പിന്നെ മ്യൂച്വൽ ഇൻട്രസ്റ്റ്, പിന്നെ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എസംഷൻസ് എന്ന് പറയാനുള്ളത്. എസംഷൻ്റെ അകത്ത് ആദ്യം എസംഷൻസ് ഓഫ് നേച്ചർ ഓഫ് പീപ്പിൾ ആയിരുന്നു, അതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതുപോലെ ഹോൾ പേഴ്സൺ, ദെൻ സെലക്റ്റീവ് പെർസെപ്ഷൻസ്, ദെൻ മോട്ടിവേറ്റഡ് ബിഹേവിയർ, ദെൻ വാല്യൂ ഓഫ് പേഴ്സൺ, ഡിസയർ ഫോർ ഇൻവോൾവ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് ദ എസംഷൻസ് ഓഫ് നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ. ഇതിൻ്റെ അകത്ത് സോഷ്യൽ സിസ്റ്റം, മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, സിമ്പിളായുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ടോപ്പിക് ലൈക്ക് ഒരു ഹെഡിങ് ഓർത്ത് വെക്കുക, ബാക്കി അകത്തുള്ള കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഒറ്റയ്ക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ലൈക്ക് എഴുതിക്കോളൂ, മറ്റേ ആൾക്കാർ ലൈക്ക് ജസ്റ്റ് നമുക്ക് പേരിൽ തന്നെ ഉണ്ട്. സോ ബാക്കി ഉള്ളിൽ ഇരുന്ന കാര്യങ്ങൾ നമ്മൾ വേർഡ്സിൽ തന്നെ എഴുതാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ് കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് എങ്ങനെയെങ്കിലും കൺക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, യാ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. ഓക്കെ, താങ്ക് യു.